ഹായ് ഡിയർ ഓൾ, ഇന്ന് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാൻ കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചേർക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, നോർമൽ പാല്, ഒരു പഴം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് മാറ്റി വെച്ച ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് പഴം നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതേപോലെ മാഷ് ചെയ്ത് എടുക്കാം. ഇത് നല്ല പാൻ കേക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴം യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാൻഡ് മിക്സ് വെച്ചാണ് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു പഴവും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ആവശ്യമാണെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി പാല് കൂടി ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പാൻ കേക്ക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു ബോട്ടിലിൽ ഇതേപോലൊരു നോസ് ഉണ്ട്. ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ പാൻ കേക്ക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ബോട്ടിലിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാൻ കേക്ക്സ് റെഡിയാക്കി എടുക്കാം. പാൻ കേക്ക്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ മിനി പാൻ കേക്ക്സ് ആണ് ഇട്ടിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മിനി പാൻ കേക്ക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം എടുക്കാം. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പാൻ കേക്ക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്തിട്ട് ചോക്ലേറ്റ് പാൻ കേക്ക്സും കൂടി റെഡിയാക്കി എടുക്കാം.
കുറച്ച് മാവിലേക്ക് ഞാൻ കൊക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങളെടുക്കുന്ന മാവിനനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ല ചോക്ലേറ്റ്സ്. അപ്പോൾ ജസ്റ്റ് ഒരു കളർ ചേഞ്ചിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ കേക്ക്സ് കൂടി റെഡിയാക്കി എടുക്കുന്നത്. കറക്റ്റായിട്ടുണ്ട്. നമുക്കിതും കൂടി ചുട്ടെടുക്കാം. ഞാൻ ഓൾറെഡി ചൂടായിരിക്കുകയാണ്. അതിനകത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചോക്ലേറ്റ് പാൻ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല യമ്മി ആയിട്ടുള്ള മിനി പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള യമ്മി പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് പൗഡർ ഇട്ടിട്ട് ചോക്ലേറ്റ് പാൻ കേക്ക്സും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.